ചാമ്പ്യൻസ് ട്രോഫിയുടെ ആരവങ്ങളൊഴിഞ്ഞു. IPLനായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റിലാണ് കായിക ലോകത്തിന്റെ ശ്രദ്ധയത്രയും. കളമൊഴിഞ്ഞിട്ടും ആരാധകർ ഓർമ്മയിൽ സൂക്ഷിച്ച ചില താരങ്ങൾ. ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങൾ പലരും വീണ്ടും കളത്തിലെത്തി. മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ലീഗ് സെമിയിൽ ഓസീസിനെ കണ്ടപ്പോൾ പഴയ ശൗര്യം വീണ്ടെടുത്ത ഒരു താരം. ഈ കഥയിലെ നായകൻ യുവരാജ് സിംഗ് ആണ്. ഒക്ടോബർ 7 അന്ന് ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം പതിപ്പായിരുന്നു. ഇന്ത്യൻ ടീമിൽ യുവരാജ് സിംഗിന്റെ രണ്ടാമത്തെ മാത്രം മത്സരം. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയ. ആദ്യമായാണ് യുവരാജ് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തിയത്. 80 പന്തിൽ 84 റൺസുമായി ഇടംകയ്യൻ ബാറ്റർ ലോക ക്രിക്കറ്റിനെ അഭിവാദ്യം ചെയ്തു. മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം. 7 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു നോക്കൌട്ട് പോരാട്ടത്തിൽ യുവരാജിന് ഓസീസിനെ കിട്ടിയത്. ഇത്തവണ പ്രഥമ T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലായിരുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേർ വന്നത്. 30 പന്തിൽ 5 ഫോറുകൾ 5 സിക്സറുകൾ. യുവിയുടെ സംഭാവന 78 റൺസ്. ഓസീസിനെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലേക്ക്. കലാശപ്പോരിൽ പാകിസ്ഥാനെ വീഴ്ത്തി ഇന്ത്യ പ്രഥമ T20 ലോകകപ്പിന്റെ ചാമ്പ്യന്മാരായി. 2011 ഏകദിന ലോകകപ്പിലും ഓസ്ട്രേലിയയെ തകർത്തതിൽ യുവരാജിന് പങ്കുണ്ട്. ക്വാർട്ടറിൽ 65 പന്തിൽ 57 റൺസുമായി പുറത്താകാതെ നിന്ന യുവി ഇന്ത്യൻ വിജയം ഉറപ്പിച്ചു. സെമിയിൽ പാകിസ്ഥാനെയും ഫൈനലിൽ ശ്രീലങ്കയെയും പരാജയപ്പെടുത്തി ഇന്ത്യ ലോക ചാമ്പ്യന്മാരായി. അന്നത്തെ ലോക വിജയത്തിന് ശേഷം ക്യാൻസർ ബാധിതനായ യുവി ഇന്ത്യൻ ക്രിക്കറ്റിന് പുറത്തേക്ക് പോയി. പിന്നീട് മടങ്ങിയെത്തിയെങ്കിലും ബാറ്റിംഗ് സാങ്കേതികത്വം വീണ്ടെടുക്കാനായില്ല. എങ്കിലും യുവരാജിന് ഓസ്ട്രേലിയയെ കണ്ടാൽ ആക്രമണ ബാറ്റിംഗിന് മനം തുടിക്കും. 2024 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ടൂർണമെന്റ് ആ പഴയ യുവരാജ് സിംഗിനെ ഓർമ്മിപ്പിച്ച ദിവസം. ഇത്തവണ ഇന്ത്യ ചാമ്പ്യൻസും ഓസ്ട്രേലിയ ചാമ്പ്യൻസുമായിരുന്നു മത്സരിക്കാനിറങ്ങിയത്. 28 പന്തുകളിൽ 4 ഫോറും 5 സിക്സറും. 59 റൺസ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ യുവരാജ് സിംഗ് ഓസ്ട്രേലിയയെ തകർത്തെറിഞ്ഞു. പിന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ടൂർണമെന്റിന്റെ ചാമ്പ്യന്മാരായി. ഒടുവിൽ 2025 മാസ്റ്റേഴ്സ് ലീഗിന്റെ സെമി ഫൈനൽ. 43-ാം വയസ്സിലും യുവരാജിന്റെ പ്രഹരശേഷിക്ക് മാറ്റമില്ലെന്ന് ഓസീസ് അറിയുകയായിരുന്നു. 30 പന്തിൽ 1 ഫോറും 7 സിക്സറുകളും. 59 റൺസുമായി യുവരാജ് തന്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ചു. കാലം മുന്നോട്ടു പോകും, പക്ഷേ യുവരാജിലെ ഇതിഹാസത്തിന് മാറ്റമുണ്ടാകില്ല. എക്കാലവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സിക്സർ രാജായി യുവരാജ് സിംഗ് തുടരും.